ഇലയട ഉണ്ടാക്കാനായിട്ട് ഇല തപ്പി നടക്കുകയാണോ? മാവ് കുഴച്ച് കൈ കഴയ്ക്കുന്നുണ്ടോ? ഇനി അതൊന്നും വേണ്ട. വെറും 10 മിനിറ്റിൽ പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇലയട ആവിയിൽ റെഡിയാക്കി എടുക്കാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ് മോനു വ്ലോഗ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള പക്ഷേ പലർക്കും പേടിയുള്ള ഒരു പലഹാരമാണ് ഇലയട. പക്ഷേ ഇത് ഈസി ഇലയടയാണ്. ഇല വേണ്ട, മാവ് കുഴയ്ക്കണ്ട, പിന്നെ 100% സോഫ്റ്റും ടേസ്റ്റിയും നാടൻ പലഹാരങ്ങളിലെ രാജാവാണ് ഇലയട. പക്ഷേ ഇല കിട്ടാനില്ല, മാവിൻ്റെ പരിവം ശരിയാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ഒഴിവാക്കുന്ന ഒന്നാണ് ഇത്. ഇന്ന് ഞാൻ കാണിക്കുന്നത് അതിനുള്ള ഈസി ആയിട്ടുള്ള ഒരു രഹസ്യമാണ്. അപ്പോൾ ഇലയട എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. ഇലയട തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഉള്ള ഒരു ബൗളിന് ഒരു ബൗൾ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതേ ബൗളിന് തന്നെ അര ബൗളോളം റവ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടീസ്പൂണോളം പഞ്ചസാര, ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കലക്കിയെടുക്കുന്നുണ്ട്. പൊടിയൊക്കെ കട്ട കെട്ടാതെ വേണം ഒന്ന് കലക്കിയെടുക്കാനായിട്ട്. ഈ പരുവമാകുന്ന സമയത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് മാറ്റി വയ്ക്കാം. മാവൊന്ന് സെറ്റായി കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടി റെഡിയാക്കി വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള മറ്റ് ചേരുവകൾ കൂടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. ശർക്കര ഉരുക്കാനായിട്ട് ഒരു പാത്രത്തിൽ ശർക്കര ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് പാനിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഇതുപോലുള്ള ഒരു പാന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് സ്വല്പം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചക്ക വരട്ടിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ചക്ക വരട്ടിയ റെസിപ്പി മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വരട്ടിയ ചക്ക കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ശർക്കര പാനി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ. ലൈക്ക് അടിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ഹൈപ്പ് കൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കല്ലേ. ചക്ക വരട്ടിയതും ശർക്കരപ്പാനിയും നന്നായിട്ട് മിക്സായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. തേങ്ങയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം. തേങ്ങ ഇതിൽ സെറ്റായി വരുന്ന സമയത്ത് 1 ടീസ്പൂണോളം ഏലക്കപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒന്നുകൂടി രുചിയും സ്വാദും കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ അടയിലേക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇലയില്ലാതെ ഇലയട തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മളൊരു പ്ലേറ്റിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് നെയ്യ് തടവി കൊടുക്കണം. നെയ്യ് നന്നായിട്ട് തടവി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന അട നമുക്ക് പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുന്നതാണ്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മാവൊന്ന് തുറന്നു നോക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. അട തയ്യാറാക്കി എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന മാവ് എപ്പോഴും വെള്ളം കൂടി പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം കൂടി പോവുകയും ചെയ്യരുത്, കുറഞ്ഞു പോവുകയും ചെയ്യരുത്. ബേക്കിംഗ് സോഡ ചേർത്ത് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ അട നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അട തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ ഇഡലിപ്പാത്രം ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാത്രം ഒന്ന് ആവി കയറി വന്നതിന് ശേഷം പ്ലേറ്റ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് പകുതി മാവ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഒരു 3 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അടപ്പ് തുറന്നിട്ട് നമുക്കിതിലേക്ക് ഫില്ലിങ് കൂടി ചേർത്ത് കൊടുക്കാം. ഫില്ലിങ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നടുഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക. അരികു ഭാഗത്തേക്ക് കൂടുതലായിട്ട് വെച്ച് കൊടുക്കരുത്.
അപ്പോൾ ഫില്ലിങ് കംപ്ലീറ്റ് ഇതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് ബാക്കി മാവ് കൂടി ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഫില്ലിങ് ഫുള്ളായിട്ട് തന്നെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മാവിൻ്റെ ബാക്കി ഭാഗം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 6 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ആവി കയറി കുക്കായി വരുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് അടപ്പ് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ടോ എന്നറിയുന്നതിനായിട്ട് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഈർക്കിളിയോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് കഴിക്കാം. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള അട നമുക്ക് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയുന്നതാണ്. ഇലയില്ലാതെ തന്നെ നമുക്ക് ഇലയട വളരെ രുചികരമായ രീതിയിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ രീതിയിൽ അട തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.